കുറച്ച് ടിഷ്യൂ പേപ്പറും ഗ്രീൻ കളറിലൊരു A4 ഷീറ്റും കൈ കിട്ടിയപ്പോൾ നമ്മുടെ അച്ചൂട്ടി ചോദിച്ചു, അമ്മ അതും കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കി തരുമോയെന്ന്. പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എനിക്ക് ആകെ ഉണ്ടാക്കാൻ അറിയാവുന്നത് പൂക്കൾ മാത്രമാണ് കേട്ടോ. ഞാൻ മീൻ വെട്ടുന്ന കത്രിക എടുത്തിട്ട് ആ പേപ്പർ വെട്ടി വൃത്തിയാക്കിയത് റൗണ്ട് ഷേപ്പിലൊക്കെ വെട്ടി ഒരുവിധം ഒപ്പിച്ച് പൂവിൻ്റെ ഇതളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അത് നിവർത്തിയിട്ട് അതിനെ കത്രിക കൊണ്ട് പിന്നെയും വിടർത്തിയിട്ട് വെട്ടി ചുരുട്ടി ഒരു പൂവിൻ്റെ ആകൃതിയിലാക്കിയിട്ടുണ്ട്. ഇതെവിടുന്ന് ഉണ്ടാക്കാൻ പഠിച്ചതെന്ന് ചോദിച്ചാൽ എവിടുന്ന് ഉണ്ടാക്കാൻ പഠിച്ചതല്ല കേട്ടോ. വെറുതെ ഇരിക്കുമ്പോൾ അച്ചൂസിൻ്റെ ഒക്കെ പ്രായത്തിൽ വെറുതെ ഇരിക്കുമ്പോൾ കത്രികയും ബ്ലേഡും പേപ്പറും ഉപയോഗിച്ച് വെട്ടി നിരത്തിൽ എൻ്റെ ഒരു ജോലിയായിരുന്നു. അന്നത്തെ കാലത്ത് ഈ മൊബൈൽ ഫോണൊന്നും ഇല്ലാത്തതും കൊണ്ട് നമ്മളുടെ ഏക ഹോബി ഇമ്മാരി കളികളൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ കൂടാതെ ബാലരമ വായിക്കലും. അങ്ങനെ അന്നത്തെ പ്രായത്തിൽ വെട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ പഠിച്ചതാണ് എനിക്കിന്ന് ഉപകാരമായത്. 5-6 ടിഷ്യൂ പേപ്പർ എടുത്തത് ഈ കാണുന്ന രൂപത്തിലുള്ള പൂക്കൾ അങ്ങോട്ട് ഉണ്ടാക്കി. പൂ മാത്രം പോലല്ലോ, പൂവിന് തണ്ട് വേണ്ടേ. അതിൻ്റെ കയ്യിൽ നമ്മുടെ അച്ചൂസിൻ്റെ പേപ്പർ ഉണ്ടായിരുന്നല്ലോ, ഗ്രീൻ. അത് 6 ചുരുട്ടി മടക്കിയത് ഈ കത്രിക കൊണ്ട് വീണ്ടും അങ്ങ് വെട്ടിക്കൊടുത്തിട്ടോ. അപ്പോൾ 6 തണ്ട് നമുക്ക് കിട്ടുമല്ലോ. അങ്ങനെ 6 പേപ്പർ തുണ്ടും വെട്ടി ചുരുട്ടി ഞാൻ ആ പൂക്കൾക്ക് 6 തണ്ടുണ്ടാക്കി. 6 പൂക്കളായിരുന്നു ഞാൻ ഉണ്ടാക്കിയിരുന്നത് കേട്ടോ. അതുകൊണ്ട് 6 തണ്ടും അങ്ങ് ഉണ്ടാക്കി. ഈ തണ്ടിൻ്റെ മുകളിൽ പൂക്കൾ ഒട്ടിപ്പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് സൈഡ് വെട്ടി ഇങ്ങനെയൊക്കെ ആക്കാനും ഞാൻ സ്വയം പഠിച്ചുണ്ടാക്കിയതാണ് കേട്ടോ. നമ്മുടെ ഓരോ ഐഡിയ മതിയല്ലോ അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇവൻ്റെ പ്രായത്തിൽ ഇതൊക്കെ ഒട്ടിച്ച് കളിച്ചിരുന്നപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു ഇതൊക്കെ ഇങ്ങനെ വെട്ടി ഇങ്ങനെ ഒട്ടിച്ചാൽ പൂവ് ശരിക്കും ഒട്ടിപ്പിടിക്കുമെന്ന്. അന്നൊക്കെ ഞാൻ പൂവ് ഉണ്ടാക്കിയിരുന്നപ്പോൾ നേരിട്ട് അങ്ങ് ഒട്ടിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറച്ച് കഴിഞ്ഞ് അത് ഊരിച്ചാടി പോരുകയും ചെയ്തു. പക്ഷേ ഇങ്ങനെ 3 ഇതള് പോലെ ഉണ്ടാക്കി അതിൽ പശ തേച്ച് ഒട്ടിച്ച് അത് അവിടെ പിടിച്ച് നിൽക്കുന്നത് ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് കേട്ടോ എനിക്ക് മനസ്സിലായത്. അന്നത്തെ പ്രായം കഴിഞ്ഞിട്ട് പിന്നെ വർഷങ്ങൾ കഴിഞ്ഞ ശേഷമാണ് ഞാൻ വീണ്ടും ഇങ്ങനത്തെ പൂക്കളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയത്. പ്രത്യേകിച്ചും നമ്മുടെ അച്ചൂട്ടി വലുതായ ശേഷം. അങ്ങനെ ഈ കാണുന്ന തുലിപ്പൂക്കൾ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മഞ്ഞ നിറത്തിലുള്ള ഒറ്റ കളർ കണ്ടപ്പോൾ എനിക്ക് തോന്നി കുറച്ചും കൂടി ഭംഗി കൂട്ടിയാലോ എന്ന്. അങ്ങനെ ഞാൻ ഈ റെഡ് കളറുള്ള അക്രലിക് പെയിൻ്റ് ഒരു പാത്രത്തേക്ക് എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. കപ്പ് കൊണ്ട് ഒഴിച്ചാൽ കൂടി പോലോ എന്നും വിചാരിച്ചിട്ടാണ് കപ്പിൽ നിന്ന് കൈയും കൊണ്ട് മുക്കിയിട്ട് പാത്രത്തേക്ക് വെച്ച് ഞാൻ ഈ ഇളക്കി കൊടുക്കുന്നത് കേട്ടോ. ടിഷ്യൂ പേപ്പർ ആയതും കൊണ്ട് തന്നെ ഒന്ന് വിരലിൽ തൊട്ടിട്ട് ഇങ്ങനെ നനച്ച് കൊടുക്കുക, അതിൽ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കും. അങ്ങനെ നമ്മുടെ 6 പൂക്കളെയും ഈ കാണുന്ന സുന്ദരി പൂക്കളാക്കിയിട്ട് അച്ഛൻ്റെ കയ്യിൽ കൊടുത്തു. അച്ഛസേ, പൂവ് റെഡി. താങ്ക് യു അമ്മ. എങ്ങനെയുണ്ട്? സൂപ്പർ ആയിട്ടുണ്ട്. ഇതിട്ട് വെക്കാൻ നമുക്ക് നാളെ പാത്രം ഉണ്ടാക്കണ്ടേ? ഉണ്ടാക്കണം. ഒരു പോട്ട് ഉണ്ടാക്കണം. അപ്പൊ അത് നാളെ ഉണ്ടാക്കാം അല്ലേ? നാളെ ഉണ്ടാക്കാം. ഓക്കെ, ഡൺ.